ഉണ്ടാകാൻ പോകുന്ന സോയ ചങ്ക് റോസ്റ്റ്. അതിന് ഇത് നാനോ സൈസ്, ചെറിയ സൈസ് സോയയാണ്. അതിൽ തിളച്ച വെള്ളം ഒഴിച്ച് അത് സോക്ക് ചെയ്യാൻ വെച്ചേക്കാണ്. അടുപ്പത്ത് കഴുകി വൃത്തിയാക്കിയ ഒരു പാനോ കടായിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് തീ കത്തിക്കുക. തീ കത്തിച്ച കടായിലേക്ക് ഈ സ്പൈസസ് ആഡ് ചെയ്യാം. വിത്തൗട്ട് ഓയിൽ ഈ സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു 4 വറ്റൽ മുളക് നടുവെ മുറിച്ച് ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ച് കോക്കനട്ട് ആഡ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവുന്നത് വരെ സോട്ട് ചെയ്യാം. ഡ്രൈ ആയ ഒരു ബ്രൗണിഷ് കളർ വരണം. ഈ ഒരു കളർ വരുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. അടുത്തത് കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ ജീരകം, ജീരകമിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇടാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഒരു കോക്കനട്ടും ആ ഒരു മസാല നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സവാള വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇടിച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ, ഗാർലിക് ആൻഡ് ചില്ലി, ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ചതച്ച് ആഡ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യണം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ തക്കാളിയും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉള്ളതുകൊണ്ടും ഞാൻ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്യും. ടൊമാറ്റോ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ മസാല, മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ, മുളക് പൊടി ഒരു 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 1 ടീസ്പൂൺ, കുരുമുളക് പൊടി അത് എരിവിനനുസരിച്ച്. ഇത്രയും നമ്മൾ ഈ സവാളയുടെ കൂടെ ആഡ് ചെയ്യും. പൊടികളും ടൊമാറ്റോ പേസ്റ്റൊക്കെ ഇട്ട് അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഉടനെ വെള്ളം ഒഴിക്കരുത്. ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സോട്ടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു പൊട്ടറ്റയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കാതിരിക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ആവശ്യാനുസരണം ഒഴിക്കാം. ഞാൻ ഇച്ചിരി കുറവ് ഒഴിക്കുന്നതേ ഉള്ളൂ. വെള്ളത്തിൽ തിള വരുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സോയ ഇട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മസാല ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മസാല ആഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മളൊരു 1/2 നാരങ്ങ ആഡ് ചെയ്യാം. ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ആഡ് ചെയ്യാം. അതാണ് ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റ്.